അമ്മ എനിക്കൊരു കീച്ചയും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവന് വീട്ടിലെ തെർമോകോളും കൊണ്ട് ആൾക്കാർ പോലെ സെറ്റ് ചെയ്തിട്ട് അതിലെ രൂപങ്ങൾ പറക്കി വെക്കുമായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് തൂക്കിയിടാൻ എന്നോട് പറഞ്ഞു. ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം അങ്ങനെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കൃപാസന മാതാവിന്റെ മുഖഭാവിലെ അതുപോലുള്ള ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞ ഒരു 35 വയസ്സിൽ താഴെ പ്രായം കാണുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു കീച്ചയും വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിശയിച്ചു. ആരായിരിക്കും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഓർത്ത് എന്റെ തൊട്ട് പുറകെ നിന്ന് അങ്ങനെ കേട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കീച്ചയും വാങ്ങിച്ചു തരാൻ എനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. ഭയങ്കര കൃപയാണോ ആ ചേച്ചിയുടെ മുഖത്ത്, ഭയങ്കര സൗന്ദര്യമാണ്, പഞ്ചഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, അത് ഏത് പാവങ്ങൾക്ക് കൊടുത്തേരെ, ഞാൻ ഇപ്പൊ വേണമെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പുതുക്കി നിൽക്കുവാണെങ്കിൽ ഒന്നും വേണ്ടിയില്ല. പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് കയറി നിന്നു. ശരിക്കും അധികാരത്തോട് കൂടിയുള്ള പെരുമാറ്റമായിട്ട് നമുക്ക് തോന്നിയത്. എന്റെ മുമ്പിൽ കയറി നിന്നിട്ട് മോനോട് കുഞ്ഞു ചോദിച്ചു മോന് വേണോന്ന് ചോദിച്ചു. ഇപ്പൊ ഇവനോട് നേരത്തെ മുതൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പരിശീലനം ആരെടുത്ത് തന്നാലും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോകണ്ട. ഇവര് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ട് അത് ഒതുക്കി മനസ്സിൽ തന്നെ വെക്കാറേ ഉള്ളൂ. എല്ലാം സാധിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനെ പറയലട കണ്ണാന്ന് പറഞ്ഞ് വലത് കൈകൊണ്ട് ഈ കീച്ചയിന് ഇവൻ ഈ വലത് പോക്കറ്റിട്ട് കൊടുത്തു. ഇവൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഈ അമ്മ ഈ സൈഡിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റ് ഇടാന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവനോട് ചോദിച്ചു മോനി ഏത് കീച്ചനാണ് ഇഷ്ടമെന്ന്. അപ്പൊ ഇവനൊന്നും വേണ്ടിയില്ല. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് മോനി ഈ കീച്ചൻ തരാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഈ കീച്ചൻ ഇട്ട് കൊടുത്തു. ആ കയ്യിൽ 2 കീച്ചൻ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇതാ ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ ഓർത്തു ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമായിരിക്കും, ഉടമ്പടി എന്തെങ്കിലും കൃപയായിരിക്കും ഏതെങ്കിലും വ്യക്തിയായിരിക്കും ഞാൻ അത്രയും നേരം വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങ് മാറി നിന്നിട്ട് പിന്നെ തിരിഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോന്റെ അസുഖങ്ങളൊക്കെ മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പൊ എനിക്ക് ആ പാക മൊത്തം എന്റെ തലയ്ക്ക് കിട്ടുന്നത് വേഗം പോയി ആ വാതിലില്ലേ നേർച്ച വസ്തുക്കൾ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുന്ന ആ വാതിൽ അവിടെ ചെന്ന് നോക്കി നിന്നോളാൻ. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നിന്നപ്പോ ഈ അമ്മ കുറെ നടന്നു പോകുന്നതോടെ കണ്ടു. അത് ആ സമയത്ത് തന്നെ ഒരു സെന്റ് നല്ല സുഖം ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മ നമ്മളെ സ്വീകരിക്കുന്നതായിരിക്കും. ആ സെന്റിന്റെ സ്മെല്ല് തന്നെ ഞാൻ രണ്ടാമത് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ നമ്മളിവിടെ സമയ ഘടികാരം ഇൻസുലേറ്റ് അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ അവിടെ നിന്നപ്പോൾ അതുപോലെ സുഖം അനുഭവപ്പെട്ടായിരുന്നു.